നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇറങ്ങടി നാണം കേട്ടവളെ. ഇല്ല സത്യമേ, ഇല്ലെന്നോ? ഞാൻ പുറത്തു പോകണമെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്നയാള് പറയണം. സത്യമ്മയോട് പറഞ്ഞു കളയല്ലേ ആന്റി ഈ കാര്യം. അമ്മയുടെ അസുഖം ഭേദാവാൻ വേണ്ടിട്ടാ ഞാൻ. സത്യമ്മ അറിഞ്ഞ അടിച്ചെന്റെ തൊട പൊളിക്കും. നിന്റെ കാലങ്ങളുണ്ടടാ? കുറവുണ്ട്. രാത്രി നല്ല വേദനയായിരുന്നു. തടവിത്ര ആളുണ്ടല്ലോ. ആയുർവേദം നോക്കാറുന്നില്ലേ? അല്ല, ഇംഗ്ലീഷ് മരുന്ന് തുടങ്ങി വെച്ച സ്ഥിതിക്ക് പിന്നെ തുടങ്ങി വെച്ചാൽ പലതും അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും. അതൊക്കെ ഓർത്തിരുന്നാ നന്ന്. വിഷ്ണുട്ട ടാബ്ലറ്റ്. പൊന്നിന്നോടെ പോയാവോ? അല്ല ഭാമേ, ശ്യാമെന്തായാലും കഴിച്ചോ? ഇല്ല. അതിനിവിടെ പട്ടിണി കിടന്നേ ആവോ? ദേ രാഘവേട്ട, കുറച്ച് നേരമായി ചൊറിയുന്നുണ്ട്. പറഞ്ഞു വരുന്ന എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം നന്നായി ഓർമ്മ വെച്ചോ, അവള് ശാലിനി. എനിക്ക് ജീവനുള്ള കാലം ഈ വീടിന്റെ പടി ചവിട്ടാൻ പോകുന്നില്ല. അതിനി എന്തിന്റെ പേരിലാണെങ്കിലും ശരി. നിക്കടി അവിടെ. എന്തു ഭാവിച്ചാടി നീ? സത്യഭാമയുടെ വീട്ടിൽ കുടി താമസത്തിന് വന്നിരിക്കുന്നോ? ഇറങ്ങടി നാണം കേട്ടവളെ. ഇല്ല സത്യമേ, ഇല്ലെന്നോ? ഞാൻ പുറത്തു പോകണമെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുവന്നയാള് പറയണം. കൂട്ടിക്കൊണ്ടു വന്നയാളോ? സത്യഭാമയുടെ വീട്ടിലെ കാര്യം തീരുമാനിക്കാൻ സത്യഭാമയേക്കാൾ വലിയ ആള് ആരാണടി? ഞാനാ സത്യമേ. വാ ശാലിനി. ഞാനാ ശാലിനെ കൂട്ടിക്കൊണ്ടുവന്നത്. രോഹിത്തെ, അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക് ഞാൻ വിളിക്കിത് ചെയ്യാൻ? സത്യഭാമയെ വെല്ലുവിളിക്കാനായോ നീ?
എടാ, നീ ഇട്ടിരിക്കുന്ന ഈ മുണ്ട് ഷർട്ട് മുതൽ നീ കഴിക്കുന്ന അന്നം വരെ ഈ സത്യഭാമയുടെ സംഭാവനയാണെന്ന് ഓർമ്മ വേണം. ഛേ, ഭാമേ. പറഞ്ഞോട്ടെ അച്ഛാ, ഞാനിത് പ്രതീക്ഷിച്ചതാ. ഈ മുണ്ടും ഷർട്ടും കഴിക്കുന്ന അന്നവും മാത്രമല്ല, ഈ ജീവിതം തന്നെ സത്യമ്മ എന്ന ഭിക്ഷയാണെന്ന് എനിക്കറിയാം. അതേത് നിമിഷവും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെയാ ആ കടം വീട്ടാൻ രാപ്പകലില്ലാതെ ഓടി നടന്ന് ഈ വീടിന് വേണ്ടി ജോലി ചെയ്യുന്നത്. ഈ ജന്മം കൊണ്ട് ആ കടം വീട്ടാൻ കഴിയില്ലെന്നറിയാം. എങ്കിലും സത്യമേ മോനെ, ഭാമ പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്തോ ബോധക്കേട് പറഞ്ഞു വെച്ചാൽ നീ ഇങ്ങനെ. ബോധക്കേടല്ലച്ചാ, സത്യാമ്മ പറഞ്ഞത് ശരിയാ. എനിക്കും നിങ്ങൾക്കും എല്ലാം അതറിയാം. മറക്കാൻ ശ്രമിക്കുന്നെങ്കിലും മറക്കാൻ പറ്റാത്ത സത്യം. സത്യാമ്മ പറഞ്ഞത് ശരിയാ. സത്യാമ്മയുടെ സ്വപ്നത്തിൽ പോലും നന്ദികേട് ചിന്തിക്കാൻ പാടില്ല. സത്യാമ്മ വരയ്ക്കുന്ന വൃത്തത്തിൽ ജീവിക്കാൻ പാടുള്ളൂ. സത്യാമ്മ വെല്ലുവിളിക്കാൻ പാടില്ല. പക്ഷേ ഞാൻ വെല്ലുവിളിക്കും. സത്യമേന്നല്ല, ഈ ലോകത്തെ ഏതൊരു ശക്തിയെയും, ഒരുപക്ഷെ ദൈവത്തെ പോലും. രോഹിത്തെ, എന്റെ ശ്യാമയ്ക്ക് വേണ്ടി അതെ സത്യമേ, എന്റെ ശ്യാമയ്ക്ക് വേണ്ടി ഞാൻ ആരെയും വെല്ലുവിളിക്കും. സത്യമേ പോലും. ഈ ലോകത്തെനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ അമ്മ മാത്രമാ. അച്ഛന്റെ മരണശേഷം ആ മുഖത്തെ പുഞ്ചിരിയായിരുന്നു എനിക്ക് സൂര്യോദയം. അമ്മയുടെ മുഖവും ഇരുണ്ട ലോകം മൊത്തം ഇരുട്ടായി പോവും. അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. ആ അമ്മ അപ്രതീക്ഷിതമായി എന്നെ വിട്ടുപോയി. സത്യാമ്മ, എനിക്കൊരു വാക്ക് തരാവോ? എന്താ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അവനെ, എന്റെ രോഹിത്തിനെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കൊള്ളാവുന്ന. വാക്ക് പത്മാവതി. വേറൊരു കല്യാണം കഴിക്കാൻ പറയണം രോഹിത്തിനോട്. ഇനിയുള്ള കാലമെങ്കിലും അവനൊരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. അമ്മയുടെ അന്ത്യാഭിലാഷങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞത് സത്യാമ്മയാ. മകനെ നോക്കിക്കുമെന്ന് അമ്മ പറഞ്ഞപ്പോ സത്യാമ്മ എന്നെ സ്വന്തം മകനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.